ഗുഡ് മോർണിംഗ് ഗൈസ്. 1/1/2025 രാവിലെ 6 മണി. നമ്മൾ നമ്മുടെ റൂമിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു യാത്രയാണ്. അതായത് ഇവു എന്നുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടുന്ന് ഷാങ്ഹായ്, എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ഷാങ്ഹായ് എന്നുള്ള സ്ഥലം. ഷാങ്ഹായിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിൽ കയറി. ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്നിരിക്കുന്നത് ടെസ്ലയാണെന്നാണ് ഞാൻ ആപ്പിൽ കണ്ടത്. അപ്പോൾ ആ ടെസ്ലയാണെന്ന് തോന്നുന്നു ആ ദൂരെ നിൽക്കുന്നത്. അപ്പോൾ ആ ടാക്സിക്കായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ടാക്സി നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. അത് ടെസ്ല തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ടാക്സിയിൽ കയറി ടെസ്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റാണ്. നമ്മളിന്ന് ട്രെയിനിലാണ് പോകുന്നത്. ഇവുവിൽ നിന്ന് ഷാങ്ഹായ് എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഷാങ്ഹായിൽ പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാം. ഇന്ന് അവധിയാണ്. ഇവിടെ 1-ാം തീയതി ഇവിടെ ആരും വർക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവധി ദിവസം ആയതുകൊണ്ട് നമുക്കിന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. ഷാങ്ഹായ് ഒന്ന് കാണാം. അവിടെ കുറച്ച് മാർക്കറ്റ്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി ഒക്കെ ഒന്ന് റൗണ്ട് അടിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്താൻ സമയമായിട്ടുണ്ട്. നമ്മളപ്പോൾ ടെസ്ല അതിൻ്റെ ഡ്രൈവറോട് വളരെ പെട്ടെന്ന് പോകാൻ പറഞ്ഞു. എന്തായാലും അയാൾ നമ്മളെ പെട്ടെന്ന് തന്നെ എത്തിച്ചു. ഞങ്ങൾ ഇവു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഫാസ്റ്റ് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു സമയം ഏകദേശം 6:45 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടെ 7 മണിയോളം ആവും നമ്മുടെ സൂര്യൻ ഉദിക്കാനായിട്ട്. എന്നാൽ 5 മണിയാകുമ്പോഴത്തേക്ക് അസ്തമിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ പകൽ തീരെ കുറവാണ് ഇപ്പോൾ നിലവിൽ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഒരു വലിയ എയർപോർട്ടിൻ്റെ അത്രയുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. എന്നാലും ഇവിടെ ഉള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ നോക്കുമ്പം വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണിത്. നമ്മുടെ ഇപ്പോൾ സൂര്യനൊക്കെ ഉദിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയായതുകൊണ്ട് ആകാശമൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ലൊരു കളറിൽ നല്ലൊരു ലൈറ്റിങ്ങിൽ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്ന ഒരു ആകാശമാണ് നമുക്ക് കാണുന്നത്. ഇത് അതിൻ്റെ എൻട്രൻസ് ആണ്. നമ്മൾ അവിടുന്ന് ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മളുടെ ട്രെയിൻ വരാൻ ഏകദേശം സമയമായിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റ്സ് ബിഫോറാണ് അതായത് എൻട്രി കിട്ടുന്നതിൻ്റെ 5 മിനിറ്റ്സ് ബിഫോറാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ട്രെയിനിന് മൊത്തത്തിൽ ഒരു 15 മിനിറ്റ് ടൈം ഉണ്ടാവും. 10 മിനിറ്റ് മുമ്പ് മാത്രമേ നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി വിടത്തുള്ളൂ. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഒരു എയർപോർട്ടിലുള്ള എല്ലാ ചെക്കിങ്ങും ഇവിടെയും ഉണ്ട്. അപ്പോൾ ആ ചെക്കിങ് അവിടെ അടുത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെക്കിങ് കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് രാവിലെ ഈ 6:45 സമയമാണെങ്കിലും ആ ട്രെയിനിൽ പോകാനായിട്ട് നല്ല ആളുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ കൂടെ ഇങ്ങനെ പോയി നിൽക്കുകയാണ്. ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് മാത്രമേ ഇവർ നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി വിടത്തുള്ളൂ. അത് നമ്മളെന്ന് വെച്ചാൽ എല്ലാവരെയും അങ്ങനെയാണ് കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ സമയത്താണ് കയറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നല്ല ക്രൗഡഡ് ആയിരിക്കും. ഈ ചൈനയിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇത് തന്നെയാണ് അവസ്ഥ. പ്ലാറ്റ്ഫോമിൽ ആർക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ പോയി നിൽക്കുന്ന പോലെ ചുമ്മാ പോയി നിൽക്കാൻ പറ്റില്ല. ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഈ നടക്കാനായിട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഏകദേശം ഒരു 500 മുതൽ 1000 മീറ്റർ, അതായത് 1 കിലോമീറ്ററിന് 1/2 കിലോമീറ്ററിന് 1 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് സ്ഥലം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഈ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത്രയും സ്ഥലം നടന്നു പോകണം എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഓട്ടത്തിലായിരിക്കും ഈ ഒരു സമയത്ത്. അതായത് നമ്മുടെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ചെക്കിങ് കഴിഞ്ഞിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ഒരു സമയം ഒരു ഓട്ടമാണ് എല്ലാവരും. അപ്പം ഇവിടെ നമുക്ക് കുറേ മാർക്കിങ്സ് ഒക്കെ ഉണ്ട്. അതായത് ഓരോ പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ നമ്മൾ ഏത് ലൈനിനെ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റും എന്നുള്ളത് അവർ മാർക്കിങ് ഇങ്ങനെ കറക്റ്റായി കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ അതിനെ ഫോളോ ചെയ്ത് അങ്ങ് പോയാൽ മതി. ഇവിടെ തന്നെ ഏകദേശം 10-20 പ്ലാറ്റ്ഫോം ഉള്ളതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതിൽ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ആദ്യത്തെ ഒരു 3-4 പ്ലാറ്റ്ഫോമൊന്നും കറക്റ്റായി പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല. അതിനകത്ത് ട്രെയിൻ പോകുന്നില്ല. അത് എനിക്ക് തോന്നുന്നു അവർ റിസർവായിട്ട് എന്തോ ഇട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോംസ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും കൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ഒരേ സമയം എത്ര പേരാണ് അതിലേക്ക് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്ലാറ്റ്ഫോംസ് വെച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്ട്. ഈ 1-2 പ്ലാറ്റ്ഫോംസൊക്കെ അടച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ ട്രെയിൻ വരുന്നത് 10ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നമ്മൾ 10ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ് എസ്കലേറ്ററിൽ കയറാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറി നടക്കുകയാണ്. പക്ഷേ അത് അവസാനം എനിക്ക് തോന്നി അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം അത്രയ്ക്ക് സ്റ്റെപ്പുകൾ നടക്കാനുണ്ട്. നല്ല ഹൈറ്റിലാണ് ഈ പ്ലാറ്റ്ഫോംസ് നിൽക്കുന്നത്. മേളിൽ കയറിയപ്പോഴത്തേക്കും നമ്മളൊരു പരുവമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ കോച്ച് ഏതാണെന്ന് നോക്കിയിട്ട് അവിടേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ കോച്ച് എവിടെ വന്ന് നിർത്തുന്നത് എന്നുള്ളത് ആ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പോയി നിന്നാൽ മതി. എല്ലാവരും ലൈനായിട്ടൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുന്നത്. ഇവരെല്ലാം കറക്റ്റാണ് ലൈനിലിങ്ങനെ നിൽക്കുന്നവരാണ്. ഓൾമോസ്റ്റ് എല്ലാവരും റൂൾസൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന ടൈപ്പ് ആളുകളാണ് കേട്ടോ. അപ്പോൾ
നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോം ട്രെയിൻ എവിടെ വന്ന് നിർത്തുന്നതെന്നുള്ളതൊരു ഒരു ഫുൾ ധാരണ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണ് ഇതിൻ്റെ പരിപാടി. കാരണം അത് കുറേയൊക്കെ ചൈനീസിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ പക്ഷേ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട് എവിടെ ആയിരിക്കും നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം ഏത് ഏരിയയിലായിരിക്കും നമ്മുടെ കോച്ച് വന്ന് നിർത്തുന്നതെന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് നോക്കിയിട്ട് ഇതാക്കണ്ട, ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം -4 ഇവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ അത്രയ്ക്ക് തണുപ്പത്താണ് നമ്മൾ ഈ യാത്ര നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരാൻ സമയമായി. ഏകദേശം ട്രെയിൻ എത്തിയിട്ടുണ്ട്. ട്രെയിൻ എന്താ പറയുക, അതിന് തണുപ്പിനെ കീറി മുറിച്ചുകൊണ്ട് ആ ട്രെയിനിൻ്റെ വരവ് കാണാൻ തന്നെ നല്ല രസമാണ്. അത്യാവശ്യം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനാണ് കേട്ടോ. ഏകദേശം 350 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിനാണിത്. 400 സ്പീഡിലൊക്കെ പോകുന്ന ട്രെയിൻ ഇവിടെ ചൈനയിൽ ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ 354 കിലോമീറ്റർ സ്പീഡ് വരെയുള്ള ട്രെയിനിലേ ഇവിടെ പോയിട്ടുള്ളൂ. അതിന് മേളിലോട്ടുള്ള ട്രെയിൻ ഏത് റൂട്ടിലാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ട്രെയിൻ വന്ന് നിർത്തിയപ്പോഴേക്കും ഈ ലൈനൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. കാരണം ആ ലൈൻ അവർ നിന്ന സ്ഥലത്തല്ലായിരുന്നു ഈ ട്രെയിൻ കൊണ്ടുവന്ന ട്രെയിനിൻ്റെ ഡോറ് വന്ന് നിന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഷഫിളായിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ട്രെയിൻ കാണാൻ തന്നെ നല്ല രസം കേട്ടോ. നല്ല വൃത്തിയാണ് ഈ ട്രെയിൻ. അതായത് പുറവും അകവും ഒരേപോലെ ഒരു വൃത്തിയായിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ഡോറ് തുറന്നു. അപ്പോൾ ആദ്യം ഇറങ്ങുന്നവർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കയറുന്നവർ കയറും. അപ്പോൾ അതൊക്കെ ഇവർ കറക്റ്റായി ചെയ്യും കേട്ടോ. ഈ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഇടിച്ച് കയറുന്നൊരു പരിപാടി ഇല്ല. ആദ്യം ഇറങ്ങുന്നവർ ഫുള്ള് ഇറങ്ങുന്നവരെ ഇവർ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടേ കയറും. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സീറ്റ് തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈഡിലെല്ലാം എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട്. നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ എഴുതിയിരിക്കുന്ന അതേപോലെ തന്നെ സീറ്റിനകത്ത് എഴുതിയിട്ടുണ്ട്. എൻ്റെ സീറ്റ് നമ്പർ 5 ആണ്. 5ൽ ഒരു വിൻഡോ സീറ്റിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ട്രെയിനിൽ പയ്യെ മൂവായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ആളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ സീറ്റിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഷാങ്ഹായ് എന്നുള്ള സ്ഥലത്തേക്ക് മാത്രം പോകുന്നതല്ല, അത് കണക്ട് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ട്രെയിനാണ്. അത്യാവശ്യം ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഉള്ള സീറ്റാണ് ഇതിനകത്ത്. നമുക്ക് കാലൊക്കെ നന്നായിട്ട് നൂത്ത് വെച്ച് കാലിൻ്റെ മേളിൽ കാലൊക്കെ വെച്ച് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേസ് ഉണ്ട് ഓരോ സീറ്റുകളും തമ്മിൽ. ഇവർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഭയങ്കര ഡെവലപ്ഡ് ആണെന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇവർക്കത് എനിക്ക് തോന്നുന്നു അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇവർ ഓരോ ദിവസം കഴിയുമ്പോഴും നടയത് പുതിയ പാലങ്ങളും പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ. അതിപ്പോൾ പുതുതായിട്ടൊരു റെയിൽവേ ക്രോസ് പണിയുന്നതായിട്ടാണ് കാണുന്നത്. റെയിൽവേ പാളം പണിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവർ ഓരോ മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ പണിഞ്ഞ് അങ്ങ് പോവുകയാണ്. അത് കണക്ട് ചെയ്ത് ഇതാണ് ടോപ്പ് മെഷീൻസ് ആട്ടോ ഇവർ ഓരോ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത്. അതാണ് ഇവരുടെ കോസ്റ്റ് കുറയ്ക്കാനും ഇത്രയും പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. You know just what you do to me. Play my emotions like a pair of puppet strings. Did it ever occur to you my heart's more than a toy? Please go easy on me, babe. Send message after message, forward my calls. Next day you hit me back like nothing happened at all. What about all the things you used to say to me? This ain't the way it's supposed to be. And you know I wouldn't do that to you. You know I wouldn't treat you that way, no. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കാലിൻ്റെ മേളിൽ കാലൊക്കെ കയറ്റി വെച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇതിനകത്ത് യാത്ര ചെയ്യുന്നവർക്ക് രാജകീയ യാത്ര, അതാണ് ഇവരുടെ പ്രോമിസ് കേട്ടോ. അതേപോലെ തന്നെ നമുക്കും തോന്നുന്നത്. നമുക്കിതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രൈഡ് തോന്നും. അത്യാവശ്യം എന്താ പറയുക, അത്രയ്ക്ക് കംഫർട്ടാണ് ഇതിൻ്റെ അകത്ത്. ഓരോ സീറ്റും ഒക്കെ നന്നായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഞാൻ എൻജോയ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവിടെ ആൾ വരുന്നുണ്ട് ടിക്കറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ടേ. ചെക്കറാണ് വരുന്ന ലേഡിയാണ് അതിൻ്റെ ബാക്കിലുള്ളതും അതിൻ്റെ ഓഫീസറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരോടാണ് ചെക്ക് ചെയ്യാൻ വരുന്നത്. പക്ഷേ എല്ലാവരും ഒന്നും ചെക്ക് ചെയ്യുന്നില്ല കേട്ടോ. അവർക്ക് ഡൗട്ട് തോന്നുന്ന കുറച്ച് പേരെ. എൻ്റെ നിന്നൊന്നും മേടിച്ചിട്ടൊന്നുമില്ല, എൻ്റെ ടിക്കറ്റൊന്നും നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നിയ ആരാണോ അവരെ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അവരെന്താണത് പരിശോധിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നെ ഇതുവരെ പിടിക്കുകയോ അവർ ടിക്കറ്റ് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ പറയുമ്പോഴേ, നമ്മളിപ്പോൾ ഒരു പാലത്തിൽ കൂടെ പോവുകയാണ്. അതിനെ അപ്പുറത്ത് ക്രോസ് ചെയ്ത് ഒരു പാലം പോയി, ഇത് രണ്ടാമത്തെ പാലം ക്രോസ് ചെയ്ത് പോകുന്നു. ഇത് കണ്ട് അതിൻ്റെ മൂന്നാമത്തെ പാലം ക്രോസ് ചെയ്യുന്നു.
ഇത് 4ാമത്തെ പാലം താഴെ കൂടെ ക്രോസ് ചെയ്യുന്നു. ഇതെല്ലാം ബുള്ളറ്റ് ട്രെയിൻസിൻ്റെയാണ്. അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബുള്ളറ്റ് ട്രെയിൻ പോകുന്നു. നോക്കിയേ എന്ത് കിടിലൻ കാഴ്ചയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് അടിപൊളിയാണ് ഇത് കാണാൻ തന്നെ. അപ്പോൾ ഇത്രയും ഈ വലിയ രീതിയിൽ കണ്ടോ, താഴെ ഒരു 1-2 പാലം റോഡുകളൊക്കെ കണ്ടോ, ഈ റോഡൊക്കെ കണ്ടോ. ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അങ്ങേ അറ്റത്ത് ഒന്നുമില്ല, അവിടെ ചെന്ന് ആ റോഡ് നിൽക്കുകയാണ്. അതായത് എന്നോ ആവശ്യം വരുന്ന ഒരു റോഡ് അവരിപ്പോഴേ പണിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയി പോയി എന്നാണ് അതിന് പറയുന്നത്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എന്തെങ്കിലും ഇനി ആവശ്യം വരും ഒരു റോഡ് ആ ഏരിയയിലേക്ക് എന്നുള്ളത് കൊണ്ട് അവരിപ്പോൾ റോഡ് അവിടെ തന്നെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആവശ്യമുള്ള റോഡ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ റോഡും പാലങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ സഞ്ചാരത്തിൽ പറയുന്ന പോലെ തന്നെ എവിടെ നോക്കിയാലും അമ്പരചുംബികളാണ്, സ്കൈ സ്കാപ്പേഴ്സാണ്. അതായത് ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാൽ ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവർ പിള്ളേരെയൊക്കെ ഇൻഡിവിജ്വലായിട്ട് ഇവർ ജീവിക്കാൻ വിടും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ രീതി. അല്ലാതെ ജീവിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വളരുന്ന പിള്ളേർക്കെല്ലാം അവർക്ക് സ്വന്തമായിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു റൂം വേണ്ടി വരും. അപ്പോഴത്തേക്ക് എന്താണ് ചെയ്യുക, അവരെല്ലാം പുതിയൊരു വാടക വീട് തേടിപ്പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളും ഇങ്ങനെയുള്ള വീടുകളുടെയും ഒക്കെ ആവശ്യകത കൂടും. അതായത് ഈ മാതാപിതാക്കൾ ഒരുമിച്ച് ജീവിക്കും, കുട്ടികൾ വേറെ ജീവിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ്സുകളെല്ലാം നടക്കുന്നത് ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത്, അതായത് സൗത്ത് റീജിയനിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ യാത്ര ചെയ്യുന്നതെല്ലാം സൗത്ത് റീജിയനിലൂടെയാണ്. അപ്പോൾ ഈ മറ്റ് പല ഏരിയയിലുള്ള ആളുകളും ഈ സൗത്ത് റീജിയനിലേക്ക് വന്ന് താമസിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സൗത്ത് റീജിയനിൽ ഒരുപാട് ബിൽഡിങ്ങുകളുടെയും പിന്നെ എന്താണ് പറയുക, താമസിക്കുന്ന വീടുകളുടെ ആവശ്യകത കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചൈനയിൽ ഇത്രയും സ്കൈ സ്കാപ്പേഴ്സ് ഒരുപാട് കാണുന്നത്. ഇതൊക്കെ കാണാൻ നമുക്കും ഒരു രസം, അതേ ഉള്ളൂ. അതായത് രാത്രിയിലൊക്കെ ഇത് കാണാൻ നല്ല രസം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതെല്ലാം ലൈറ്റിങ്ങിൽ ചെയ്ത് പല ലൈറ്റിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന കാണാൻ ഒരു നല്ലൊരു ഭംഗിയായിരിക്കും. ഞാൻ എൻ്റെ രാത്രി വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കുറച്ച് ഭാഗം ഞാൻ രാത്രി വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ അടുത്ത വരുന്ന വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടോളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഹാങ്ജോ എന്നുള്ളൊരു സ്ഥലമുണ്ട്. ആ ഒരു ഏരിയയിലൂടെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഹാങ്ജോ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥലം. അപ്പോൾ ഈ ഹാങ്ജോ എന്ന് പറയുമ്പോൾ ഇതെല്ലാം സൗത്ത് റീജിയനിൽ വരുന്ന ഏരിയാസാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവു, ഹാങ്ജോ, ഷെങ്ഹായി എല്ലാം ഈ പറയുന്ന സൗത്ത് ഏരിയകളാണ്. ഈ നമ്മുടെ നാട് ഇന്ത്യ പോലെ ഉള്ള ഒരു ഏരിയ അല്ല ഈ ചൈനയ്ക്ക്. ചൈന ഏകദേശം സ്ക്വയർ പോലാണ് ഈ നിൽക്കുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പറയുക, ഒരു നീളത്തിൽ ഇങ്ങനെയല്ല നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഇത് ചൈന സ്ക്വയറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ വണ്ടീനെ പിന്തുടർന്ന് ഒരാളിങ്ങനെ വരുന്നുണ്ട്. അതായത് അയാൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് മറ്റൊരു ബുള്ളറ്റ് ട്രെയിൻ. അപ്പോൾ ഇങ്ങനെ അയാളെ ഓവർടേക്ക് ചെയ്ത് വേറൊരു ബുള്ളറ്റ് ട്രെയിൻ പോകുന്നു, അതിനെ കീറി മുറിച്ചുകൊണ്ട് വേറൊരു ബുള്ളറ്റ് ട്രെയിൻ വരുന്നു. ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു ഓളമാണ് നമ്മുടെ ഈ ബുള്ളറ്റ് ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ. പക്ഷേ ഇത് കാണാൻ നല്ല രസമാണ്. നമുക്ക് ഈ നമ്മുടെ യാത്രയിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സൈഡിൽ കാണുമ്പോഴാണല്ലോ യാത്രയ്ക്കൊരു സുഖം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ സ്കൈ സ്കാപ്പേഴ്സ് നമുക്ക് ഇത്രയും ഈ ചൈനയിൽ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ ഈ പറയുന്നതൊക്കെ നമ്മുടെ എങ്ങും വായിച്ച അറിവല്ല. അതായത് നമ്മൾ ഈ ലോക്കൽ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ വായിച്ച അറിവ് ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പഴയ ട്രെയിനാണ്. അതിപ്പോഴും ഓടുന്നുണ്ട്, സ്പീഡ് കുറവാന്നേ ഉള്ളൂ. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു 60, 70, 80 നമ്മുടെ നാട്ടിലെ ഒരു ട്രെയിനിൻ്റെ സ്പീഡിലാണ് ഇപ്പോഴും ആ ട്രെയിനുകളൊക്കെ ഓടുന്നത്. പിന്നെ നമ്മളുടെ ട്രെയിനിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കണക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആൾ വരും. അതുകൊണ്ടാട്ടോ ഇത്രയും നല്ലതായിട്ട് പോകുന്നത്. പോലീസുകാരുണ്ട് അതിനകത്ത്, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ പോലീസുകാരുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഓരോ സീറ്റിലും എന്തൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് കണക്ക് ആൾ വന്ന് നമുക്ക് കളക്ട് ചെയ്തിട്ട് പോകും.
അപ്പോൾ നമ്മളുടെ ഇറങ്ങേണ്ട സ്ഥലം ഏകദേശം ആയിട്ടുണ്ട്, ഷാങ്ഹായി ആയിട്ടുണ്ട്. ഷാങ്ഹായിൽ നമ്മൾ വന്നിരിക്കുന്ന ഏരിയയിൽ നിന്നും വേറൊരു ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് പോകേണ്ട ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹൃദയഭാഗത്താണ്, ഈ ഷാങ്ഹായി ടൗണിൻ്റെ ഹൃദയഭാഗത്താണ്. ഈ ഷാങ്ഹായി ടൗൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബാംഗ്ലൂർ സിറ്റീനെ നമുക്ക് ചിന്തിക്കാം. അതായത് അപ്പോൾ നമ്മൾ ഈ മടിവാളയിലാണ് വന്നിറങ്ങുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് പോകണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടി നമുക്ക് ട്രാവൽ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ വെർഷനാണിത്. അപ്പോൾ ഈ ഷാങ്ഹായി നമ്മൾ വന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് നമുക്ക് ഹൃദയഭാഗത്തേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട്, ഏകദേശം 40-50 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഈ വന്നിറങ്ങിയിരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇറങ്ങിയിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം പഴയ റെയിൽവേ സ്റ്റേഷനാണ്. അതായത് ഇവിടെ ചൈനയിൽ ബുള്ളറ്റ് ട്രെയിൻ ലോഞ്ച് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവർ ഉണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ഞാൻ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്ന നിയമസഭാ മന്ദിരം പോലെ കാണുന്ന സാധനം ഉണ്ടല്ലോ, അതൊരു പുത്തൻ റെയിൽവേ സ്റ്റേഷനാണ്. അതായത് ഡിസംബർ 26, 2024 ലോഞ്ച് ചെയ്തിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. അതായത് ഒരാഴ്ച മാത്രം പഴക്കം, ഒരാഴ്ച തന്നെ ആയിട്ടില്ല, ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 4 ദിവസം മാത്രം പഴക്കമുള്ള, 5 ദിവസം മാത്രം പഴക്കമുള്ള ഒരു പുത്തൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഒരു ചൈനയിലെ ഏറ്റവും പുത്തൻ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ ഇരിക്കും, അവരുടെ നെക്സ്റ്റ് ജനറേഷൻ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ കാണാം. അതായത് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് വേറൊരു ബുള്ളറ്റ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബുള്ളറ്റ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് ആ ബുള്ളറ്റ് ട്രെയിനിൽ കൂടെ തന്നെയാണ് നമ്മൾ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ ഒരു പോലീസുകാരനെ, ഒരു സെക്യൂരിറ്റിയോട് നമ്മൾ ഇതേണക്ക് കാര്യങ്ങൾ ചോദിച്ചതാണ് എവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതേണക്ക് ഓരോ കാര്യങ്ങൾ അവരോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവരങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടോട്ടാണെന്ന് പറഞ്ഞു തരുമല്ല ചെയ്യുന്നത്. അവരവിടെ വന്ന് നമ്മളെ അത് കാണിച്ച് തന്ന് അത് എന്താണോ നമ്മളുടെ നീഡ് അത് ഫുള്ള് സെറ്റ് ചെയ്ത് തന്നിട്ടേ അവർ പോത്തോളൂ. അപ്പോൾ ഈ സെക്യൂരിറ്റിയോട് നമ്മൾ എവിടെയാണ് സ്ഥലം, ഈ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ നമ്മളെ കൊണ്ടുവന്ന് ആ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് ഇവിടെ പല ആളുകളും. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പല ആളുകളും. നമ്മുടെ നാട്ടിൽ പോയിട്ട് തന്നെ നല്ല ആളുകളും ചീത്ത ആളുകളും എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതൊന്ന് നോക്കിയേ എങ്ങനെ ഉണ്ടെന്ന്. ഇതിൻ്റെ ആ ഡിസൈനൊക്കെ ഒന്ന് കണ്ടേ, എന്ത് കിടിലമാണ് ഈ ഡിസൈൻ. ഒരു ഫ്യൂച്ചർ റെയിൽവേ സ്റ്റേഷനൊക്കെ പണിയുന്ന ഒരു രീതി. അതായത് ഇത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ആളുകൾ വന്ന് കയറുന്ന ഒരു എൻട്രൻസ് മാത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിന് ഓരോരോ ടൈപ്പ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്ക് ഈ പറയുന്ന പോലെ ഷോപ്പിംഗ് ഏരിയകളുണ്ട്. ഇതൊരു സൂപ്പർ മാർക്കറ്റുകളുണ്ട്, മാളുകളുണ്ട്. ഇതൊരു മാൾ പോലെയാണ് ശരിക്കും തോന്നുന്നത്. ഇതൊരു റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളതിനുപരി ഒരു മാളാണ്, സൂപ്പർ മാൾ എന്ന് നമുക്ക് പറയാം, ഒരു പുത്തൻ ജനറേഷൻ മാൾ. അപ്പോൾ അതിനകത്തൂടെ നമുക്ക് ഈ പറയുന്ന പല റെയിൽവേ സ്റ്റേഷനിലെ പല ഭാഗത്തേക്ക് നമുക്കിതിനകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് പല എസ്കലേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. പുതിയ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ട്രെയിൻസ് മാത്രമേ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സൈൻ ബോർഡ്സ് ഒന്നും പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. ഇപ്പോൾ എല്ലായിടത്തും സൈൻ ബോർഡ്സ് ഇല്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു പുത്തൻ ഒരു ബിൽഡിംഗ് എങ്ങനെ പണിഞ്ഞിട്ടിരിക്കുന്ന ആ ഒരു രീതിയിലായിട്ടുള്ളൂ. അതായത് പുതിയ കടകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, പിന്നെ സൈൻ ബോർഡ്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതിന് കുറച്ചും കൂടി സമയമെടുക്കും. അപ്പോൾ എന്നാലും നമുക്ക് ഇവിടുത്തെ ഒരു ട്രെയിൻ ആണ് കിട്ടിയിരിക്കുന്നത്. കേട്ടോ, അവരെന്തൊക്കെയോ പണിയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ആളുകൾ നിന്നിട്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്നാണ് ഈ ട്രെയിൻ ബുക്ക് ചെയ്യുന്നത്. അതായത് ആ ഒരു സമയത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് തൊട്ട് മുമ്പ് ഏതാണോ ഏറ്റവും ആദ്യമുള്ള ട്രെയിൻ അത് നോക്കിയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അതായത് ഞങ്ങൾക്ക് ഒരു ചെറിയ അബദ്ധം പറ്റിയത്, ഞങ്ങൾ വിചാരിച്ചത് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ആയിരിക്കും ആ ട്രെയിൻ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൻ്റെ വെളിയിൽ ഇത്രയും നടക്കാനുണ്ടാവുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെറും 15 മിനിറ്റ് മാത്രം ശേഷമുള്ള ഒരു ട്രെയിൻ നോക്കി ബുക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത്രയും നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഇത് ട്രെയിൻ പോകുമോ എന്നുള്ളൊരു ഭയം നമുക്ക് വന്നു തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഓട്ടമാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു മൂന്നാമത്തെ എസ്കലേറ്ററോ 4ാമത്തെ എസ്കലേറ്ററോ ആണ് കയറുന്നത്. അതായത് അങ്ങ് കയറി നിങ്ങൾക്ക് കാണാൻ പറയാം. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് വന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം കയറി ഇപ്പോൾ ഒരു 3ാമത്തെ 4ാമത്തെയോ നിലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് ഇനി ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവരൊക്കെ ഏത് ലെവലിലാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതായത് ഇവർക്ക് ഹൈറ്റ് ഒന്നും ഒരു പ്രശ്നമില്ല. അത്രയും കയറി മേളി വന്നപ്പോഴാണ് ഈ വലിയ പ്ലാറ്റ്ഫോം കാണുന്നത്, ഇങ്ങനൊരു ഏരിയ കാണുന്നത്. അതായത് കാറുകളും ഒക്കെ വന്ന് നിൽക്കുന്നത് ഈ ഏരിയയിലാണ്. ഈ എൻട്രൻസ് ഇതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ നമുക്ക് പോകേണ്ട എൻട്രൻസ് അതല്ലായിരുന്നു, വേറെ എൻട്രൻസ് ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും ഹൈറ്റിൽ കയറി വരുമ്പോൾ അവിടെ നമുക്ക് ഈ ആളുകൾക്ക് കാറ് കൊണ്ട് നമ്മൾ പിക്കപ്പ് ഡ്രോപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പൊക്കെ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്.
അതായത് ആ കാർ എൻട്രൻസ് തുടങ്ങുന്ന എവിടെയാണോ അവിടെ നിന്നേ ഈ വലിയ പാലങ്ങളിൽ കയറി വേണം ഇത്രയും വലിയ ഒരു ഏരിയയിലേക്ക് ഈ നമ്മുടെ പിക്കപ്പും ഡ്രോപ്പും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാറുകൾ വരേണ്ടതെന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് അത്രയ്ക്ക് ഭയങ്കര ഒരു എയർപോർട്ടിനെക്കാട്ടി വലിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ഇവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ വേറെ ആളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, അവസാന നിമിഷം ഓടിച്ചെല്ലുന്നവർ. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മളവിടെ ഇനിയും നമുക്ക് നേരത്തെ കാണിച്ച പോലെ എല്ലാ ചെക്കിങ് നടപടികളും ഇവിടെയും ഉണ്ട്. അപ്പം നമ്മളുടെ പാസ്പോർട്ടൊക്കെ കാണിച്ച് നമുക്ക് അകത്തേക്ക് കയറുകയാണ്. പിന്നെ നമ്മുടെ ബാഗൊക്കെ ഇവിടെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അങ്ങാണ്ടേ ഉള്ളൂ. ഓൾറെഡി ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി വെറും 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരാണ് ആ ഫ്രണ്ടിൽ ഓടുന്നത്. അപ്പോൾ ഞാനും അതിൻ്റെ പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഷേക്കൊക്കെ നമ്മുടെ ക്യാമറയിൽ വരും. അപ്പോൾ നമുക്ക് ആ 7Bയിലാണെന്ന് തോന്നുന്നു പോകേണ്ടത്. അല്ല, നമുക്ക് പോകേണ്ടത് അതും കഴിഞ്ഞിട്ട് അപ്പുറം പോകണം. നമുക്ക് 9Bയിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളാണ് അവസാനമായിട്ട് കയറുന്നത്. എല്ലാവരും പോയി കേട്ടോ, ഇനി അതിനകത്ത് ആരും ഇല്ല കയറാനായിട്ട്. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ കയറാൻ. അപ്പം നമ്മളുടെ ബാഗ് ഇതൊക്കെ കാണിച്ച് പാസ്പോർട്ടൊക്കെ കാണിച്ച് ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ വളരെ ഷാർപ്പ് ടൈമായിരുന്നു കേട്ടോ. നമ്മൾ ചെന്ന് ഇങ്ങോട്ട് നിന്നതും ട്രെയിൻ വന്നതും ഒരുമിച്ചായിരുന്നു. ഇതും നല്ല അടിപൊളി, നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളി ട്രെയിൻ. ഇത് ബുള്ളറ്റ് ട്രെയിനാണ്. ഇതിന് നമുക്ക് പോകേണ്ട ഒരു സ്റ്റോപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റോപ്പിലേക്ക് ഏകദേശം 60 കിലോമീറ്റർ 70 കിലോമീറ്റർ ഉണ്ട്. 10 മിനിറ്റിനകണ്ട് മതിയെന്ന് തോന്നുന്നു. 5-10 മിനിറ്റിനകത്ത് നമ്മളവിടെ എത്തും. ഞാൻ ഇതുവരെ പോയതിൽ ഏറ്റവും ചെറിയ ബുള്ളറ്റ് ട്രെയിൻ ജേണിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ട്രെയിൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ ഇവിടെ തന്നെ ഏകദേശം 10-25 പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. ഓൾറെഡി ഇവർ ഒരു കുറച്ച് നാളത്തേക്ക് മുന്നേ ഇതൊക്കെ ചെയ്തിടുക. അതായത് ഇനി ഭാവിയിൽ കുറച്ചും കൂടിയൊക്കെ വണ്ടികൾ ഒരേ സമയം വരേണ്ടി വരുമെന്ന് വിചാരിച്ച് ഇപ്പോഴേ പണിഞ്ഞങ്ങ് ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഷാങ്ഹായ് എയർപോർട്ടാണ് ആ കാണുന്നത്. ആ എയർപോർട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണിത്. എത്ര ട്രെയിനാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നതെന്ന് നോക്കിയേ. നേരെ ഒരേപോലെ കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ ഇതെല്ലാം പല സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ട്രെയിനുകളാണ്. അപ്പോൾ എൻ്റെ ട്രെയിൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ എല്ലാ ട്രെയിനിലും ഇതെനിക്കൊരു ചെറിയ പാൻട്രി ഏരിയ ഉണ്ടാവും. അതായത് ചില വലിയ ദൂര യാത്രകളൊക്കെ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ ഇതെനിക്കൊരു പാൻട്രി ഏരിയ ഉണ്ടാവും. അതായത് നമ്മുടെ ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലുള്ള പോലെ സീറ്റുകളുണ്ടാവും. അതിനകത്ത് അങ്ങനെ റെസ്റ്റോറൻ്റ് ഇല്ല. ഒരു ചെറിയ ദൂരങ്ങളിങ്ങ് പോകുന്ന ട്രെയിനുകളായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അവിടെ ഇരിക്കാനും സ്ഥലമില്ല. സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് നമ്മുടെ സീറ്റിൽ കൊണ്ടുവച്ച് കഴിക്കാം. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ സ്റ്റേഷനിൽ ഇറങ്ങാനും. നമ്മൾ നാട്ടിൽ ഭയങ്കരമായിട്ട് കേൾക്കുന്നതാണ് ഇവിടെ ഒരുപാട് വൈറസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു വൈറസ് ഇവിടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ. കാര്യം ഇവിടെ ആരും അങ്ങനെ മാസ്ക് ഇടുന്നതും സാമൂഹ്യ അകലം പാലിക്കലും ഒന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. ഇപ്പം ഇവിടെ വൈറസ് ഉണ്ടോ എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ടാണ്. അങ്ങനൊരു വൈറസ് ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നത്. ഇവിടെ അങ്ങനെ അത്ര വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിനി വരുന്ന വഴിയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി ഇതൊരു മെട്രോയും എയർപോർട്ടും എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ. ഇവിടുന്ന് തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. പിന്നെ മെട്രോ ഉണ്ട്. മെട്രോയിൽ കയറിയിട്ട് ഓരോ എയർപോർട്ടിൻ്റെ ടെർമിനൽസിൽ പോകാം. പിന്നെ ബസ് സ്റ്റേഷനിൽ ഇതിൽ കണക്ട് ചെയ്യാം. എല്ലാം ഒറ്റ ഏരിയയിലാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഞങ്ങൾ KFCയിൽ നിന്ന് പോയതാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലായിരുന്നു. അതൊരു കോഫി ഏരിയയാണ് KFCയുടെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്കിളെല്ലാം ട്രെയിനിൽ കൊണ്ടുവന്ന കേട്ടോ. അവരെ കവറിൽ വെച്ച് ഇതൊക്കെ ഡിസ്പാൻഡിൽ ചെയ്ത് ട്രെയിനിൽ കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇവരിതെല്ലാം ഫിക്സ് ചെയ്യുക ചെയ്യുന്നത്. ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇവർ എവിടെയോ ട്രിപ്പ് പോകുന്ന ടീംസാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ വന്ന ട്രെയിനിൽ തന്നെ വന്നത്. ഞാൻ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ചെറിയൊരു കവറായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കൊരു ഗിറ്റാറിൻ്റെ കവറൊക്കെ നമ്മൾ കാണാറില്ലേ, അതുപോലത്തെ ഒരു കവർ. അതുകൊണ്ട് അവർ മടക്കുന്നില്ല. ആ കവറിലാണ് അവർ ഈ സൈക്കിൾ സെറ്റ് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇത് സൈക്കിളാണെന്ന് തോന്നിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് അവരത് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് സൈക്കിളാണെന്ന് തോന്നിയത്.
അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മാസ്ക് ആളുകൾ കുറച്ച് പേരൊക്കെ മാസ്ക് ഇട്ടിരിക്കുന്നില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനും ഈ പറയുന്ന പോലെ മുഖമൊക്കെ മൂടി ഇങ്ങനെ വെച്ചിരുന്നതായിരുന്നു. അത് ഇവിടുത്തെ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ. അത് ഇവിടുത്തെ തണുപ്പാകുമ്പോൾ നമ്മളെല്ലാവരും ഈ മൂക്കിൽ, കാരണം ഈ തണുപ്പ് മൂക്കിലേക്ക് അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിവിടുന്ന് മെട്രോ പാസ് എടുത്തിട്ട് മെട്രോയിൽ കയറിയിട്ട് നമ്മൾ ഒരു സ്ഥലം, മെയിനായിട്ടുള്ളൊരു സ്ഥലം കാണാൻ പോവാം. ഷാങ്ഹായിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ആളുകൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ പോകുന്നൊരു സ്ഥലം. അപ്പം ഈ സ്ഥലത്തേക്ക് നമ്മൾ മെട്രോയിലാണ് പോകുന്നത്. അവിടെ നാളത്തെ വീഡിയോസിലായിരിക്കും നമ്മളത് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് ആളുകളെ സാമൂഹിക അകലം, അവിടുത്തെ മാസ്ക് ഒക്കെ, ഇവിടുത്തെ ചൈനയിലെ വൈറസ്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ആ വീഡിയോയിൽ കാണിക്കും കേട്ടോ. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു മെട്രോയിലേക്കാണ്. ഇവിടുത്തെ അടിയിലാണ് നമ്മുടെ മെട്രോ ലൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ മെട്രോയിൽ കയറിയപ്പോൾ ആദ്യം കണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് സീറ്റ് തന്നെ. സാധാരണ നമ്മൾ മെട്രോ കാണുമ്പോൾ ഈ ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഡ്രൈവ് ചെയ്യുന്ന ആളിരിക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല, അത് അടച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഷാങ്ഹായിൽ തന്നെ, ഇതൊരു പഴയ മെട്രോ ആയതുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റിയത്. ഇപ്പോൾ പുതിയ മെട്രോയിലെല്ലാം ഇതെല്ലാം കവർ ചെയ്ത ഭാഗമാണ്. അപ്പം ഞാനിത് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി. ആദ്യം ഞാൻ വിചാരിച്ചു ഇദ്ദേഹമാണ് ഇവിടെ ഇരുന്ന് വണ്ടി ഓടിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മളുടെ ഒരു സ്റ്റേഷനിലെത്തി. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ, പുള്ളി എഴുന്നേറ്റിങ്ങി മാറി കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഈ സംഭവം മനസ്സിലാവുന്നത്. ഞാനത് കാണിച്ചു തരാം. അതായത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് പുള്ളി ഇവിടെ വെറുതെ ഇരിക്കുക. അതായത് എന്തെങ്കിലും പ്രശ്നം വരികയാണ്, ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല കേട്ടോ. അതായത് ഞാനത് ഈ പുള്ളി എഴുന്നേറ്റ് മാറിയപ്പോഴാണ് കണ്ടത് അവിടെ ഒരു സ്വിച്ചും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ പുള്ളി അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് ആളുകളെ എന്തെങ്കിലും അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ഒരു എമർജൻസി വരും എന്ന് വിചാരിച്ചാണ് ഇത് കണക്ക് ഒരാളിനെ ഓരോ വണ്ടിക്കകത്ത് ഇരുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്കൊരു ഒരു ഭയങ്കര കൗതുകമായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും വലിയ ലോങ് ജേണി കഴിഞ്ഞ് നമ്മൾ ആ മെട്രോ കഴിഞ്ഞിട്ട് തറയിലേക്ക് കാലെടുത്ത് ചവിട്ടുവാണ്. മെട്രോ എല്ലാം കഴിഞ്ഞു, എല്ലാ യാത്രയും കഴിഞ്ഞു. റെൻമിൻ റോഡ് എന്നുള്ളൊരു മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടുന്ന് നമ്മൾ പോകുന്നത് യു യുവാൻ എന്ന് പറയുന്ന ഒരു ഗാർഡൻ കാണാനാണ്. യു യുവാൻ ഗാർഡൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇവിടുത്തെ മാസ്കും സാമൂഹിക അകലവും ഇവിടുത്തെ തിരക്കും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.